നമസ്കാരം. ദ റിയൽ കേരള സ്റ്റോറി പൊളിഞ്ഞു. വൈറൽ കല്യാണത്തിൽ CPM കുടുങ്ങിയോ? ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെയായി. പോക്സോ കേസിൽ CPM നേതാക്കൾ പ്രതികളാവുമോ? 120B അങ്ങനെ നിറയെ വകുപ്പുകളാ, എല്ലാരും അകത്താ. വിവാഹം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചതാണോ CPM-നെ കുരുക്കിയത്? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി വി ശിവൻകുട്ടിക്കും A റഹീം MP-ക്കും മൗനമാണോ? അങ്ങനെ ഒരു ജോഡി ഹംകേള്. ശ്രീ ജയശങ്കർ, യഥാർത്ഥ കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിൽ CPM ആഘോഷിച്ച വിവാഹമായിരുന്നു. ഇപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഈ പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിവാഹത്തിന് ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പോക്സോ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കാൻ മധ്യപ്രദേശ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേരളത്തിൻ്റെ DGP-യോടും മധ്യപ്രദേശ് DGP-യോടും ദില്ലിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. തനിക്കിനി വല്ലതും പറയണ്ട, അവന്റെ ഒരു സേഫ്റ്റി ഹോംസ്. ഈ വിവാഹം നടത്തിക്കൊടുത്ത MV ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും A റഹീം MP-യും 2 ദിവസമായി മിണ്ടുന്നേയില്ല. ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. അയ്യോ, ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി. 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ വശീകരിച്ച് വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ എത്തും. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിസിഡൻസ് അന്വേഷിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം വിവാഹം നടത്തി കൊടുക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കണം. പൊട്ടന്മാര് അത് കേട്ട വഴി കേൾക്കാത്ത വഴി, എന്നാൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരും എന്ന് പറഞ്ഞ് ഇതിന് മുന്നിട്ടിറങ്ങുകയും അത് നടത്തി കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങളുടെ മഹത്തായ മാതൃകയാണ് എന്ന് നെഞ്ചുപിടിച്ച് പറയുകയും ഇതാകെ അബദ്ധമായിരുന്നു എന്ന് തെളിയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതിനാണ് നമ്മൾ കേരള സ്റ്റോറി അഥവാ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കേരളത്തിൽ റിയലായിട്ട് നടക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ഏതാണ്ട് ഈ രീതിയിലാണ്. ഇത് മാത്രമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇതുപോലത്തെ പരമാബദ്ധങ്ങൾ, പമ്പര വിഡ്ഢിത്തങ്ങൾ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇനി കുറെ നാൾ കഴിഞ്ഞ് ഈ ഭർത്താവ് എന്ന് പറയുന്ന പൂമാൻ ആ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് യാതൊരു നിയമപരമായ നിവൃത്തിയും കിട്ടുകയില്ല. ഒരു കോടതിയിലും കേസുമായിട്ട് പോകാൻ പറ്റില്ല. കാരണം ആ ഒരു ഹിന്ദു പെൺകുട്ടിയും മുസ്ലിം വിവാഹം തമ്മിലുള്ള വിവാഹം അത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ ഹിന്ദു മതാചാരപ്രകാരം നടത്തി സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ അതുകൊണ്ട് നിയമപ്രാബല്യം ഉണ്ടാകുകയില്ല. ഗോവിന്ദൻ മാഷിന് ഒരു പക്ഷെ അറിയാൻ പാണ്ടാവില്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഡ്രില്ലുമാണ്. പുള്ളി ഡ്രില്ല് മാഷ്. അതുപോലെ ശിവൻകുട്ടി സഖാവ്, അദ്ദേഹം കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും LLB-കാരനാണ്. നമ്മുടെ A റഹീം ഉണ്ടല്ലോ, അദ്ദേഹം വളരെ ഭരണഘടനാ വിദഗ്ധനാണ്. പുള്ളി ജീവിതത്തിൽ തന്നെ ഇത് ചെയ്തിട്ടുള്ള ആളാണ്. പ്രകാരം രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്. അങ്ങനെയേ കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇതറിയാത്ത ആളൊന്നുമല്ല. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. പ്രാബല്യമില്ലാത്ത വിവാഹമാണ് നടത്തിയത്. പോക്സോയുടെ കാര്യം രണ്ടാമല്ലേ വരുന്നത്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് എത്ര അധാർമികമാണ്, എത്ര വലിയ തെറ്റാണ് ആ പെൺകുട്ടിയോട് ഇവർ ചെയ്തത്. സാമൂഹ്യമായിട്ടും നിയമപരമായിട്ടും എത്രയോ വലിയ ഒരു പാതകമാണ്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുകയും അത് കഴിഞ്ഞ ശേഷം താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മഹോന്നതമായ മൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിന്റെ സനാതന പാരമ്പര്യത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും പ്രബുദ്ധതയെക്കുറിച്ചൊക്കെ ലാത്തിയടിക്കുകയും ചെയ്യാതെ വെച്ചാൽ എന്താ ചെയ്യുക? ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാവും. അതുമാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആൾ എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്ക് ആരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടിരുന്നത്. അതിന് പറ്റിയ ഒരാൾ, ബഹുമാനപ്പെട്ട മന്ത്രി, വെറും മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി,
അദ്ദേഹമാണ് ഇതിന് കാർമ്മികനായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേരളത്തിൻ്റെ മഹനീയമായ പാരമ്പര്യമാണ്, സാംസ്കാരികമായ ഔന്നത്യമാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. അത് ശരിയാണ്, ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. അതാണ് കേരള സ്റ്റോറി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ കേരള സ്റ്റോറിയെയും അതിൻ്റെ രണ്ടാം ഭാഗത്തെയും സർവ്വതാ സാധൂകരിക്കുന്ന നടപടിയാണ് ഈ ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ കാര്യം. അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. എന്താണ് ഇതിന്റെ അനന്തരഫലം? ശ്രീ വിനു, മന്ത്രി അപ്പൂപ്പനും മാസ്റ്റർ അപ്പൂപ്പനും MP അമ്മാവനും എല്ലാം പോക്സോ കേസിൽ പ്രതിയാകും. ഞാനോ? നീയും കൊടുക്കും. വരനായി വന്ന വ്യക്തിക്കെതിരെ ചുമത്തിയെന്ന് അറിയുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ടെങ്കിൽ വളരെ പ്രകടമായിട്ടുള്ള വസ്തുതകളുടെ വെളിച്ചത്തിൽ മന്ത്രി അപ്പൂപ്പനും മാസ്റ്റർ അപ്പൂപ്പനും MP അമ്മാവനും പോക്സോ കേസിൽ പ്രതിയാകും. യിൽ നിന്ന് ഒരാൾ മധ്യപ്രദേശിലെ ഒരു പെൺകുട്ടിയെ കടത്തിക്കൂട്ട് കേരളത്തിൽ വന്നു. അയാൾ വിവാഹം കഴിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. അതിലൊക്കെ ഈ പാർട്ടി ഇടപെട്ട് നാറേണ്ട ഒരു കാര്യമില്ലല്ലോ. വെറുതെ പോകുന്ന ഈ പറന്നു പോകുന്ന സാങ്കേതിക വയ്യാവേലിയെ ഏണി വെച്ച് പിടിക്കാന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവർ ചെയ്തത്. എനിക്ക് അപ്പോഴേ തോന്നി. ഈ കാര്യത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഏതായാലും May 4 വരെ സഹിച്ചാൽ മതിയല്ലോ എന്നൊരു സമാധാനം നമുക്ക് ആകെ ബാക്കി. May 4 മലയാളികൾ മിക്കവാറും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സർ. ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞ അതേ കാര്യം ഞാനിപ്പോൾ ആവർത്തിക്കുകയാണ്, ഞാനത് സമ്മതിക്കുകയാണ്. സത്യത്തിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ശൈശവ വിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ച്, ആ പ്രണയത്തിനെ വിശുദ്ധമായി പ്രഖ്യാപിച്ച്, കേരളമാണ് ഇതിനുള്ള സുരക്ഷിത ഇടം എന്ന് പ്രഖ്യാപിച്ച് മന്ത്രിയും MP-യും MLA-യും കൂട്ടുനിന്ന് 1 മണിക്കൂറിനകം സർക്കാരിന്റെ K-സ്മാർട്ട് വഴി മാരേജ് സർട്ടിഫിക്കറ്റും കൊടുത്തതിന് ശേഷമാണ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിരുന്നത്. സംശയങ്ങൾ ഉണ്ടായിരുന്നേ, ആ കൺഫ്യൂഷൻ മാറി കിട്ടി. അത് പറഞ്ഞിരുന്ന ആൾക്കാർ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. സത്യത്തിൽ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന സംവിധാനത്തിന് K-സ്മാർട്ട് എന്നല്ല, ഊള എന്നാണ് വിളിക്കേണ്ടത്. അമ്മാതിരി ഊളത്തരമാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാണിച്ചത്. പിന്നെ നാണക്കെടുത്തി. ഇതിൽ ഇനി നാളെ ഒരുപക്ഷെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നൊക്കെ ഈ CPM-ന്റെ നേതാക്കൾ പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരെ തിരിഞ്ഞു കൊത്തുന്നത് ദേശാഭിമാനിയാണ് കൊടുത്തു എന്നാണ്. അപ്പൊ അതിന്റെ നേതൃത്വം CPM-ന്റെ സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും FIR ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ദേശാഭിമാനി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, അഡ്വക്കേറ്റ് A റഹീം MP, പ്രാദേശിക CPIM നേതാക്കളായ അഡ്വക്കേറ്റ് PS ഹരികുമാർ, P രാജേന്ദ്രകുമാർ, അഡ്വക്കേറ്റ് അജിത്ത് കരിങ്കുളം, അനൂപ് വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഷിജിത്ത് ഷിവാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഉത്സാഹ കമ്മിറ്റിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് ദേശാഭിമാനി തന്നെ കാരണം ഈ പ്രായവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നും അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ദേശാഭിമാനി വളരെ കൃത്യമായിട്ട് അതേ വാർത്തയിൽ തന്നെ എഴുതിയിരിക്കുന്നത് പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയില്ല എന്ന നിലയിലെ കെട്ടുകഥകളും അനുബന്ധമായി ഇവർ പ്രചരിപ്പിച്ചു എന്നാണ്. അതായത് ഈ സംഘപരിവാറുകാരും അവരുടെ ചാനലുകളും മറ്റുള്ള ആൾക്കാരുമെല്ലാം ഈ പെൺകുട്ടിക്ക് വിവാഹപ്രായം എത്തിയിട്ടില്ല എന്ന നിലയിൽ കെട്ടുകഥകൾ അന്ന് അനുബന്ധമായിട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ആ പെൺകുട്ടിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട് അന്നേ തർക്കം നിലനിന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ അതിനെ അറിഞ്ഞുകൊണ്ടാണ് ഈ കല്യാണം നടത്തിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എന്നിട്ടോ തിരുവനന്തപുരത്ത് ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനം ഇത്തരത്തിലുള്ള സംഘപരിവാർ കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു. ഇപ്പൊ ആരുടെ മുനയാണ് ഒടിഞ്ഞത് എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയതിനു ശേഷമാണ് നമ്മൾ ഈ കാര്യം പുറത്ത് പൂർണ്ണമായിട്ട് അറിഞ്ഞ് ഇത് വരുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ LDF-ന് വേണമെങ്കിൽ ഒരു പ്രചരണ ഹോർഡിംഗ് ഇറക്കാമായിരുന്നു കേരളം മുഴുവൻ. അതിലിങ്ങനെ എഴുതാമായിരുന്നു: നിയമവിരുദ്ധമായി ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത് പോക്സോ ലംഘനത്തിന് സംരക്ഷണം നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ. ആകെ നാറിയിരിക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.